ആ വലിയ പീസായിട്ടാട്ടാ കട്ട് ചെയ്തേക്കുന്നത്. വീട്ടില് ഗരം മസാല പൊടിക്കാനായിട്ട് വാങ്ങി വെച്ചാണ്. ഇറച്ചിയൊക്കെ എപ്പോഴും ഈ പോർക്ക് സാധനമൊക്കെ കൂടുതൽ കൈകൊണ്ട് പോർക്ക് മാത്രല്ലേ ഞാൻ തിന്നോക്കാം. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് പോർക്ക് ബിരിയാണിയാണ്. അപ്പം നമ്മൾ ഇതുവരെ പോർക്ക് ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് പോർക്ക് ബിരിയാണി ട്രൈ ചെയ്യാൻ പോണേ. അപ്പോൾ നോക്കാം. കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. നമ്മുടെ ഇവിടെ അങ്കമാലിയിൽ ഒരു കടയുണ്ട്, പോർക്കങ്ങാടി എന്ന് പറഞ്ഞിട്ടല്ലേ, അങ്കമാലി പോർക്കങ്ങാടി. താടിക്കാരൻ്റെ കട എന്തോ ആണ് കട ശരിക്കുള്ള പേര്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം പോർക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ പോർക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അത് വ്യത്യാസ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. സവോള, പിന്നെ കുറച്ച് ഒണിയനും, പിന്നെ മറ്റേ കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും പിന്നെ പച്ചമുളകും. അതായത് ഒരു ഇത്ര നീളമുള്ളൂ, 1 ഇഞ്ച്, ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണവും ഒരു 10 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോർക്ക് നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാട്ടാ കട്ട് ചെയ്തേക്കുന്നത്. ഒരു സാധാരണ കട്ട് ചെയ്യുന്നേക്കാൾ ഒരു ബിരിയാണി കട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിയുടെ റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 3 റോസസിന്റെ ജീരകശാല അല്ലേ? ജീരകശാല അരിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. പിന്നെ നമ്മള് വെള്ളം ബിരിയാണി അരി വെക്കാനുള്ള വെള്ളം തിളച്ചു തുടങ്ങി. ജസ്റ്റ് ഏലക്ക മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി ഓൾ സ്പൈസസ് ഇട്ടിട്ട് നമുക്ക് ഇനി എന്താ ചോറ് വെക്കണം. ബിരിയാണി വെക്കണം. ഇത് നമ്മുടെ വീട്ടില് ഗരം മസാല പൊടിക്കാനായിട്ട് വാങ്ങി വെച്ചാണ്. ഇതാട്ടാ സ്പൈസസ് ആണ്. അതെ, നമ്മളിങ്ങനെ മൊത്തമായിട്ട് മേടിച്ചിട്ട് പൊടിക്കുക ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ഗരം മസാല ഉണ്ടാക്കുക, പുറത്തുനിന്ന് അധികം വാങ്ങാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു തക്കോലം, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു വലിയ പീസ് പട്ടയം ആണ് ഞാൻ ഇടുന്നത് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാനതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. എത്ര മതി പാണി കേട്ടോ. നമ്മൾ റൈസ് കാണട്ടാ. നമുക്ക് കഴുകി വാരി വെച്ച റൈസാണേ. വെള്ളം എത്ര ചോദിച്ചാല് കണക്കില്ല. നമ്മള് ഊറ്റിയെടുക്കുക ചെയ്യണം, വറ്റിച്ചെടുക്കണില്ല, ഊറ്റിയെടുക്കുക ചെയ്യണം. നമ്മൾ ഈ റൈസ് ആദ്യമായിട്ടാണ് വെക്കണേ. മീൻസ് ജീരകശാല വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. മറ്റേ കുഞ്ഞ ഷാഡോ വരുന്ന ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുക്കേണ്ടത്. പൊറുക്കണുണ്ടോ? മഞ്ഞപ്പൊടി എനിക്ക് അവിടെ നിന്ന് എടുക്കണം. മല്ലിപ്പൊടി കുറച്ചിടുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇടാം. മുളക് പൊടി, മസാല, നമ്മൾ നേരത്തെ പറഞ്ഞ പേസ്റ്റ്. നീ നേരെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ അങ്ങോട്ട് പയ്യെ സൂം ചെയ്ത് വരും. സൂം ചെയ്യണ്ട, ഞാൻ അങ്ങനെ കാണിച്ചപ്പോ. ഓക്കെ, സവോള ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ വരെ വേവിക്കാൻ വെക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. ഇറച്ചിയൊക്കെ എപ്പോഴും ഈ പോർക്ക് സാധനമൊക്കെ കൂടുതൽ കൈകൊണ്ട്. പോർക്ക് മാത്രല്ല, എല്ലാ ഇറച്ചിയും കൈകൊണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കൈ കൊണ്ട് ചോറുണ്ട് കഴിഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് അല്ലേ.
ഇവിടെ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കും. അതിന് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടുള്ള തിരുമ്മലാണ്. ആരുമില്ലല്ലോ ലൈവില്, എല്ലാവരും തിരക്കണം. ഓക്കെ, കുഞ്ഞെന്തേ ഫോണ് അടുപ്പിന്റെ അവിടെ കൊണ്ട് വെച്ചാൽ ചൂടായി. ക്യാമറ ഓൺ ആയിരുന്നിട്ട് ചൂടായത്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വിസിൽ പോയിട്ട് അതിൻ്റെ എയർ പോയിട്ട് നമ്മൾ തുറക്കുള്ളൂ. നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ പോകാത്ത. ആരോ ഒരാൾ ലൈവിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ലൈവിൽ വന്ന് നോക്കി പോവാന്നേ. ആൾക്കാർ വന്നിരിക്കുമെന്ന് അറിയോ? എണ്ണ ഒഴിച്ചില്ല. ഒഴിക്കണം. ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മൾ ചൂടായിട്ടോ ഓൾറെഡി ചൂടായി. നമ്മുടെ സവോള ഇട്ടു. നമുക്ക് വീഡിയോ കിട്ടില്ല, നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ഡെയിലി കിട്ടും. പക്ഷെ ഞാൻ ഡെയിലി എടുക്കില്ലടാ, കുഞ്ഞുള്ളത് കൊണ്ടേ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഒന്നിനും സമ്മതിക്കില്ല. അവളുടെ ഒരു കുഞ്ഞ് ഗ്യാപ്പിലാണ് നമ്മൾ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ദിവസങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതുപോലെ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത്. മാക്സിമം ബാക്കി കാരണം ഇങ്ങനെ ഇല്ല, കുക്കിംഗ് ഒന്നും ഇല്ല. നമ്മൾ എല്ലാം കൂടി ഉച്ചയ്ക്ക് തന്നെ ലഞ്ചിന്റെ ടൈമിൽ തന്നെ ഒക്കെ കുക്ക് ചെയ്ത് വെക്കും. പുള്ളിക്കാരുടെ വീട്ടിൽ വന്ന കാരണമാണ്. പിന്നെ വ്യൂസ് തന്നെ കേട്ടാ. ഒരു വീഡിയോ നമ്മുടെ ഷോർട്സ് 17K ഒക്കെ ആയിട്ടുണ്ട്. 17K 500 സബ്സ്ക്രൈബർ പോലും ഇല്ല നമുക്ക്. ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ മതി. നോക്ക് നമ്മുടെ നമ്മളെ ബന്ധുണ്ടോ നോക്കണം. ഫോർക്ക് ഇട്ട് നോക്കണം. ഫോർക്ക് ഞാൻ രാവിലെ പപ്പടം പുറത്തപ്പെടുത്തിട്ട് പോരെ അവനെടുത്ത് കുത്തിപ്പൊളിച്ചു കിറ്റയില് പോയി. ഞാനല്ല. ഇപ്പോ ഇതില് മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ? മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടു, ഇളക്കി. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മണ്ടത്തരം പറ്റി. നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ എല്ലാം ഇട്ടെങ്കിലും ഉപ്പിടാൻ മറന്നു. സോ നമ്മൾ സമയമില്ല പൊട്ടിച്ച പാത്രത്തിലേക്ക് ഇടാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ആഡ് ചെയ്യണം കേട്ടോ. അയ്യോ ഇത് മൂത്തണ്ടാവൂല. ലൈവ് ഇടുന്ന കുക്കിംഗ് ശ്രദ്ധ പോകുന്നു. എങ്ങനെ ആൾക്കാർ കുക്ക് ചെയ്തോണ്ട് ലൈവ് നോക്കണ്ട, ലൈവ് നമുക്ക് റിപ്ലൈ കൊടുക്കാം. പാവം സജി, നമുക്ക് വേണ്ടി മാത്രം ലൈവിൽ ഒരാളിരിക്കണം. ഫിനിഷ് ചെയ് ബിരിയാണിയാ. ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒക്കെ ആയി. പക്ഷെ ഗ്രേവിയിലേ തക്കാളി ഇല്ല. തക്കാളിയൊക്കെ അമ്മ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ചതിച്ചു. ഈ ഗ്രേവി നക്കൽ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന മല്ലിയില. വെറൈറ്റി റൈസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇവനവിടെ അതുകൊണ്ട് ഓഫീസിൽ സ്റ്റാറാണ്. കാരണം എല്ലാവർക്കും ഇന്നും ചോറും മോരികറിയും പരിപ്പും സാമ്പാറൊക്കെ.
ഇവനെ നോക്കുമ്പോ നെയ്ച്ചോറ്, തക്കാളി ചോറ്, ചിക്കൻ ബിരിയാണി ഫ്രൈഡ് ഇങ്ങനെ പറയണം, മനസ്സിലായോ? അവന്റെ ഫ്രണ്ട്സിനൊക്കെ എന്റെ കുക്കിംഗ് ഇഷ്ടമാണ്. നീ സത്യസന്ധമായി പറ 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 പറയടാ, സത്യസന്ധമായി പറയടാ. പല ഷോട്ട് എടുക്കുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്താൽ മതിയെന്ന്. കൊള്ളാലോ. നോക്ക് കുഞ്ഞാ, ഇതിന് ഇടല് മാറ്റാറായില്ല. ഇതിന്റെ എഴുത്തു ഞങ്ങൾക്ക് അമ്മയുണ്ട്. അമ്മ ഏകദേശം അമ്മ വിളിക്കുന്നു ലൈവില്. ഞങ്ങളെ പറയാറ് മോണ് വെക്കണുണ്ട് കേട്ടോ. ദേശീയ എന്റെ മോണ് സോറി അത് കാണിക്കണം. ഞാൻ ഇറച്ചിയിൽ അരിയണ പോലെ എരിഞ്ഞു പോയി. ആ ലൈക്കായി ലൈക്കായി. താങ്ക് യു. അരി കണ്ണുകുട്ടിയൊക്കെ വന്നാ? എന്താ എന്താ വിശേഷം അവിടെ? എന്താ പരിപാടി? കാണണ്ട കുറച്ച് ഗരം മസാലയും കൂടി നമ്മളിങ്ങനെ വെതറിയിട്ട് കൊടുക്കുവാണ്. കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ എവിടെ പൊട്ടിച്ചേക്കണേ നോക്കിട്ടാ. മതി. ഒരു സാധനം ചെയ്യണോ? എപ്പോഴും പ്ലേറ്റ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യാം. ചോറടിയിലൊക്കെ കുഴഞ്ഞ് നന്നായി പറ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? പോർക്കിന്റെ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്താ വ്യത്യാസം? ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം എല്ലാം പറയുന്നത് സ്ഥിരം ഉണ്ടാവും. മോന് മോനാ ഞാൻ തിന്നോക്കെ എങ്ങനെയാണ്? പോർക്ക് എന്തണ്ടാ? കോഴി ബിരിയാണി കഴിക്കുന്നല്ലാണ്ട് പോർക്ക് ബിരിയാണി നമ്മൾ ഫ്ലേവർ ഡിഫറൻസ് അങ്ങനെയുണ്ട്. നമ്മളന്ന് കഴിച്ചതിന്റെ ഏകദേശം അതിലത്ത് വന്നായിരുന്നു. ഓക്കെ ഓക്കെ. പോർക്ക് ബിരിയാണി ഏകദേശം സക്സസ് ആയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഷുട്ടപ്പന് ഫുഡ് കൊടുക്കണം, ഞങ്ങൾക്ക് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ റെസിപ്പി. ബൈ പറ. ബൈ. ടാറ്റ കൊടുത്ത് പിന്നെ.